ഇന്ന് നമ്മൾ വളരെ അപകടം പിടിച്ചൊരു യാത്ര ചെയ്യാൻ പോവുകയാണ്. അതികഠിനമായ ഓഫ് റോഡ് കൂടി 2.5 കിലോമീറ്റർ മല വലിഞ്ഞു പിടിച്ച് കയറി ആനയും പുലിയും കടുവയുമുള്ള അതിഭീകരമായ കാടിലൂടെ. സോ ദിസ് ഈസ് വ്ലോഗ് നമ്പർ 2. വെൽക്കം ഗൈസ്. വാട്ട്സ് അപ്പ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് നമ്മളൊരു ചെറിയൊരു വൺ ഡേ ട്രിപ്പ് പോകാൻ പോകുന്നത്. ദാസപ്പൻ ആദ്യമേ വന്ന് എത്തിയിട്ടുണ്ട്. ക്രിപ്റ്റോ വേണ്ട, ഇതാണ് നമ്മുടെ ക്രിപ്റ്റോ. അങ്ങനെ ഇറങ്ങാൻ നേരത്ത് കാർ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് നല്ല ഒരു ഉഗ്രം പണിയും കിട്ടി. വണ്ടിയിൽ എലി കയറി ഉള്ള വയറെല്ലാം കടിച്ചു മുറിച്ച് വിട്ടു. അങ്ങനെ എത്ര എണ്ണ അടിച്ചാലും അത് റിസർവിൽ കിടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ സർവീസ് സ്റ്റേഷനിൽ കാണിച്ച് സംഭവം എന്ന് പറയുന്നത് അതിൻ്റെ സെൻസർ എങ്ങാണ്ട് എലി കടിച്ചു കയറിയതാണ്, നായിൻ്റെ മൂന്ന് എലി. അപ്പോൾ ഇനി ഇതിൻ്റെ റേഞ്ച് ഒന്നും കാണിക്കത്തില്ല, എത്ര ദൂരം ഓടുമെന്നോ അല്ലെങ്കിൽ എത്ര കുറ്റുണ്ടെന്ന് പോലും കാണിക്കത്തില്ല. നമ്മൾ ഊഹം വെച്ച് എണ്ണ അടിക്കുക, പോയിട്ട് വരിക. ഇത് മാത്രമേ ഉള്ളൂ നമുക്കിനി ലാസ്റ്റ് ഓപ്ഷൻ. നമ്മളെന്തായാലും പോകും, നമ്മളൊരു തീരുമാനം എടുത്തതാ, എങ്ങോട്ടേലും പോകും. സോ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ട്രിപ്പ് പോകാൻ വരുന്ന തെണ്ടുകളെല്ലാം പിക്ക് ചെയ്യാൻ പോകണം. ആദ്യം തന്നെ അച്ചു സാർ വണ്ടി വന്ന് കയറിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സെയ്ദ് എത്തിയിട്ടുണ്ട്. സുഹേദിക്കയുടെ സ്വന്തം സെയ്ദിക്ക. അപ്പൊ നമ്മളെ സ്റ്റാർട്ട് ഇനി സബിനെ വിളിക്കാൻ പോണം. അതാണ് ടാസ്ക്. അങ്ങനെ ഞങ്ങൾ കരുനാഗപ്പള്ളിയിൽ നിന്ന് 25 കിലോമീറ്റർ താണ്ടി കൊല്ലത്തുള്ള സബിനെ പിക്ക് ചെയ്യാൻ പോയി. അങ്ങനെ കേറങ്ങോട്ട് അതിന്റെ എല്ലാത്തിനും വീട് എടുക്കാം. അപ്പൊ നമ്മളിങ്ങനെ ചായ കുടിക്കാൻ കേറിട്ടുണ്ട്. ഡയറ്റ് എന്ന് പറയുന്ന ഒരു തെണ്ടി നാണ്ട് ഇവിടുന്ന് മുട്ട ചെയ്യുന്നുണ്ട്. മുട്ടോജിക്കകത്തൊന്ന് മുട്ട മാത്രം എടുത്തിട്ട് തൊലി അവൻ തീർന്നതാണ്. ഇന്ന് ആരെങ്കിലും തൊലി മേടിച്ചു അവൻ്റെ. സെയ്തിന്റെ തൊലി എടുത്തോ, വെച്ച് കൊടുത്താലേ തിന്നത്തുള്ളൂ. നമുക്കിനി 1 മണിക്കൂർ യാത്രയുണ്ട്. നമ്മൾ ഓടി എത്തുമായിരിക്കും, എങ്ങനെയൊക്കെ ഓടി ഇവിടം വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മളിനി ഓടി, നിനക്ക് എന്താ പറയാനുള്ളത്? നമ്മൾ ഓടി എത്തൂ ആടാണല്ലേ. പക്ഷെ ഞാൻ വണ്ടി ഓടിക്കും, ഞാൻ ഓടി എത്തിക്കും. അപ്പം ഇനി രാജ്യത്തോട്ട് പോയി കാണാം. ഓക്കെ. അങ്ങനെ കൊല്ലം മുതൽ തമിഴ്നാട് ബോർഡർ ആര്യങ്കാവ് വരെയുള്ള 2.5 മണിക്കൂറിൻ്റെ യാത്ര ഞാൻ ചവിട്ടി വിട്ട് 2 മണിക്കൂർ കൊണ്ട് ഡെസ്റ്റിനേഷൻ എത്തിച്ചു. ഇത്ര നേരത്തെ എത്താൻ കാര്യം എന്ന് വെച്ചാൽ ഇനി ഒരു ഓഫ് റോഡ് ചവിട്ടി കയറണം. അത് കഴിഞ്ഞ് 2.5 കിലോമീറ്റർ ട്രക്കിംഗ് ഉണ്ട്. തിരിച്ചിറങ്ങുമ്പോൾ രാത്രി ആയി കഴിഞ്ഞാൽ വന്യജീവികൾ കാണും, ആനകൾ കാണും, പുലി കാണും. അതൊക്കെ പിടിച്ചോണ്ട് പോകും. ഓക്കെ ഗൈസ്, അപ്പം നമ്മളിവിടെ എത്തിയിരിക്കുന്നു. ഇതാണ് സ്ഥലം. ഓഫ് റോഡ് ഫുള്ള്. ഇനി അങ്ങോട്ട് ഓഫ് റോഡാണ്. ഇനി അങ്ങോട്ട് ഓഫ് റോഡാണ്. നീ നോക്കിക്കോ, വണ്ടി കയറത്തില്ല, ചവിട്ടി കുറച്ചെടുക്കേണ്ടി വരും. അങ്ങനെ ഒളിച്ചിരിക്കുന്ന. അപ്പം നമുക്കിനി കുറച്ച് കാടിന്റെ ഭംഗി ആസ്വദിക്കാം. ഓടിക്കുന്നതാണ് ഈ തെണ്ടിയ. ഒരു ദിവസം ഒരു സിക്കിക്കാരനെ ഇടിച്ച് പറത്തി കൊല്ലം വരെ പോയല്ല, വണ്ടി ഓടിക്കാൻ അറിയാത്ത കാട് കണ്ടോ ഗൈസ്? കാട് ഏതാണ്ടൊക്കെ പറിച്ചെടുക്കുന്ന ഫ്രണ്ടല്ലേ, ഏതാണ്ട് ഇളകി പോയതാണോ അത്? ഈ സാധനമൊക്കെ ഇത് ഇളകി വരുന്നില്ലല്ലോ, വൃത്തികേടാ ഇത് അല്ലേ? ബാത്റൂമിന്റെ സാധനം അവിടെ. അത് ഇതെടുക്ക് നിന്റെ നെഞ്ച തൊട്ടിച്ച് വെക്ക് അല്ലെങ്കിൽ അച്ഛൻ്റെ. ഇതാണ് ഫോറസ്റ്റ്. ഇവിടെ ഈ ഫോറസ്റ്റിൽ ആനയുണ്ട്, പുലിയുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിലും സേതുള്ളതുകൊണ്ട് നമ്മൾ കൂടെ പോകുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവനെ പിടിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കും. നമ്മുടെ മാംസം നമ്മള് മഴ ആഗ്രഹിച്ചിരുന്ന മഴ പെയ്യുന്നുണ്ട്. അതാണ്ട് ഈ കറണ്ട് കമ്പി ഉണ്ടോ, അവിടെ ചെന്നിട്ടൊന്ന് മൂത്രം ഒഴിക്കാവോ? ഞാൻ ചലഞ്ച് ചെയ്യുക. സീനായിരിക്കും. കരിഞ്ഞു ഒരു കുടക്കകത്ത് നീ ഒരു കുടക്കകത്ത് അപ്പൊ പിന്നെ 2 കുട ഇവര് കൊടുത്തേക്ക്. ഇത്രയും വെയിറ്റ്
വെയിറ്റ് ഉള്ളമാരെയൊക്കെ പറക്കി ലെഫ്റ്റ് പിടിച്ചിട സെയ്ത് അതൊക്കെ സെയ്ത് സിമ്പിളായിട്ട് ഫസ്റ്റ് ഇട്ടാ പോകുന്നത് ഗിയറിന്റെ സാധനം ലെഫ്റ്റിലോട്ട് രാജത്തോട്ടം ലെഫ്റ്റിലോട്ട് രാജാത്തോട്ടം വന്യ സംരക്ഷണ വകുപ്പ്. അങ്ങനെ നിഗൂഢമായ വഴിയിലൂടെ നമ്മൾ യാത്ര തുടരുകയാണ്. ഓ പാല് തന്നെയാ, തണുത്ത വെള്ളം കേട്ടോ. ജീപ്പിനെടുത്തു തോട്ടം വലിയൊരു കുന്നുണ്ടോ, അതിന്റെ മണ്ടക്കാണ് നമ്മൾ കയറാൻ ഗായ്സ്. അപ്പൊ നമ്മള് കാറ് തോണ്ട അങ്ങ് പാർക്ക് ചെയ്തു. ഇനി നമുക്കൊരു 2 കിലോമീറ്റർ കുന്ന് വലിഞ്ഞു പിടിച്ച് കയറാം. പ്രൊഹിബിറ്റഡ് ഏരിയ, പ്രോസിക്യൂട്ടഡോ ഇത് കണ്ടോ, അങ്ങോട്ട് കേറിക്കൂടുന്നാണ് എഴുതി വെച്ചേക്കുന്നത്. അങ്ങോട്ട് കേറിക്കൂടുന്ന എഴുതി വെച്ചേക്കുന്നത്. എന്താണ് എന്താ കൊടുങ്കാടിലൂടെ ഉള്ളി, ഈ കൊടുങ്കാടിലൂടെ നടന്നു വേണം പോകാൻ. ഇപ്പൊ അണച്ചല്ലേ ജിമ്മി പോകുന്നുണ്ടെന്നുള്ളത്, സ്റ്റാമിന ഒന്നും ഇല്ല. ഓ പുല്ല് പതുക്കെയൊക്കെ പോടാ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എവിടെങ്കിലും ഇടച്ച് അണഞ്ഞു തീരാനാ കേട്ടോ ഈ പൊക്ക് പോയാല്. ആ സേതിനെ ആരെങ്കിലും പൊക്കിക്കൊണ്ടുപോവാ. സേത് അണഞ്ഞ് ഇന്ന് മന്തിയൊക്കെ കൗട്ടിയായിരുന്നു. ഇതെന്തോ ആനയോ? ആന ഇറങ്ങിയതാ. 2 കിലോമീറ്റർ ഉള്ളത്. ബോർഡർ ചിക്കൻ തിന്നു പറഞ്ഞ് പറ്റിച്ചോണ്ടിരുന്ന ബോർഡർ ചിക്കൻ തിന്നാന്ന് പറഞ്ഞു വന്നതാ. ഇപ്പൊ മല കയറും. തമിഴ്നാട് ബോർഡർ വെയിറ്റ് ചെയ്യണോടാ അവന് വേണ്ടി. ആ വരുന്നു. ഓ തിന്നുന്നുണ്ട്. ഓ ഗൈസ് അട്ട. ആദ്യം പറഞ്ഞ നമ്മള് കാൽഭാഗം പോലും നടന്നില്ലത്. നീ തുടങ്ങാൻ പോകുന്നേ ഉള്ളു. കയറ്റമൊക്കെ നല്ല കുത്തിനുള്ള കയറ്റം. ആണ്ടാ വ്യൂ ഉണ്ടോ? എന്തോണ്ടാ പോവാന്നോ? ഇവിടെ തെള്ളിയാന്ന് പറയാ. ഇവിടെ വരെ എത്തിയിട്ട് തിരിച്ചു പോന്ന് പറഞ്ഞ ആ കാണുന്ന കുരിശുണ്ടല്ലോ അവിടെ ഇരിക്കുന്ന. അവിടെ അതിന്റെ വാപ്പച്ചുണ്ട്, കണ്ടിട്ട് വരാം. കാടൊക്കെ കഴിഞ്ഞ് കാട് മല എത്തിയിട്ടുണ്ട്. പിള്ളേരെല്ലാം പുറകെ തന്നെ ഉണ്ട്. നല്ല തെന്നലുണ്ട് കേട്ടോ. പാടി വരും. That's the point we have to go. ഇവിടെ ഒരു കുരിശടി ഉണ്ട് കാണാൻ പറ്റുന്നത്. അവിടെ വരെ നമ്മൾ പോകണം. നമ്മൾ കയറി വന്നത് കൊണ്ടാ അവിടെ നിന്ന് ഇറങ്ങണ്ട. എങ്ങോട്ട് വാടാ. നമ്മൾ അരമണിക്കൂർ കണ്ട് ഇവിടെ വെയിറ്റ് ചെയ്ത്. ഈ തെണ്ടികള് ഇവരാണ് മെയിൻ. ജിമ്മി പോകുന്നതാ, കാട് ചെയ്യുന്നതാ. അവൻ ഒരു മല കയറാൻ വയ്യുന്നു. എന്തുവാടാ ഇത്? ഒരുത്തൻ ചത്ത് ഇവിടെ.
കേറുമെന്ന് ഇപ്പൊ കേറണം. വീട്ടിയാ പിന്നെ ഒന്നും കാണാനും പറ്റത്തില്ല. പിന്നെ ഈ കാട്ടിലൂടെ ഒക്കെ ഇറങ്ങേണ്ടി വരും. നമ്മൾ ഏകദേശം പകുതി മുക്കാല് കഴിഞ്ഞു. എത്രയാടാ വ്യൂ ഉണ്ടോ? അന്യ വ്യൂ. എങ്ങനെയാലും ടോപ്പ് എത്തണം. ടോപ്പ് എത്തിയിട്ടുള്ള കാര്യം ഇതുവരെ എത്തി. ലൈഫിനെ കുറിച്ച് ആലോചിക്കും. ആസാ, ഇത് ഈ കാണുന്ന മല നിന്റെ ലൈഫാ. നീ ഓടിക്കേറിയില്ല, നീ ലൈഫിൽ ഒന്നും നോക്കില്ല. കേറ്. ഇതുണ്ടോ ദാസന്റെ ഫ്രെയിം നോക്കി, ദാസന്റെ ഫ്രെയിം നോക്കി. ഇത് നോക്കിയടാ, നോക്കി. കുറച്ചും കൂടെ അല്ലേ? അങ്ങനെയൊക്കെ ഇവിടെ വരെയാണ്. പക്ഷെ പ്രശ്നം വെച്ചാല് മല നല്ല സ്ലാൻഡിങ്ങിലാ. വലിയ പിടിച്ച് കയറാച്ച് ടാസ്കാ. കേറിയ വാടാ അങ്ങോട്ട്. ഒരുപാട് കയറാം. നമുക്കിനി കുറച്ചുകൂടെ ഉള്ളു. കുരിശടി എത്തി. സബിൻ, നമ്മൾ ജയിച്ചു. ഇപ്പൊ ജയിക്കാം. കുറച്ചും കൂടെ ഉള്ളു കയറാൻ. സ്വർഗത്തിലാണോ നിൽക്കുന്നത്? അതാ ഇതാണ്. ആ കാണുന്നതാണ് തമിഴ്നാട്. വിൻഡ്മിൽ കയ്യിൽ പറത്തിയ തമിഴ്നാട് പോകും. ഇവിടെ ഇച്ചിരി സീനാ കേട്ടോ. ഇവിടെ കണ്ടിട്ട് തന്നെ ഇത് കണക്ക് ഒരു പടികളുണ്ട്. ഇത് കണക്ക് ഇങ്ങനെ കയറി ഇങ്ങനെ വന്നാൽ ഇതിന്റെ പുറത്ത് ഇങ്ങനെ വീടരുതെന്നാ ഞാൻ പറഞ്ഞത്. ഇങ്ങനെ വീട്. ഇനി ഇരുട്ടുള്ള പ്രശ്നം വെച്ചാൽ ഈ കാണുന്ന കാടിലൂടെ എല്ലാം നമ്മൾ പോണം. വല്ല മൃഗങ്ങളും വന്യമൃഗങ്ങളും കാണും. അയ്യോ, പെട്ടെന്ന് ഇറങ്ങടാ. ഇരുട്ട് കാട്ടില് ആന വരും. ചത്ത് മുട്ടുവേനെ എടുക്കുന്നു. കാല് പറഞ്ഞ എനിക്ക് മുട്ടുവേനെ എടുക്കുന്നു. സോറി. എന്തുകൊണ്ടത്? ഇവിടെ കണ്ണു വല്ലതും തിളങ്ങുന്നോണ്ട് നോക്കിക്കോണേ. ഇവിടെ കണ്ണു വല്ലതും തിളങ്ങുന്നോണ്ട് നോക്കിക്കോണേ. കണ്ണ് തിളങ്ങുന്നുണ്ടെങ്കിൽ വല്ല പുലിയോ വല്ലതും ആയിരിക്കും. കഴിഞ്ഞോട്ടം വന്നപ്പോഴേ ഇതണക്ക് രാത്രിയിൽ
എന്തോ ഒരു മരത്തിൽ നിന്ന് എന്തോ ഒരു സാധനം ചാടി വീണു എൻ്റെ നേരെ. ഞാൻ നിലവിളിച്ചടാ, പേടിച്ചിട്ട് ഞാൻ അങ്ങ് അലറി. അപ്പൊ അത് അവിടെ അങ്ങ് നിന്ന്. എന്തോ അറിഞ്ഞൂടാ, എന്തോ ഒരു ജീവിയാ. കുരങ്ങന്മാരാണോ നീ? നമ്മളെ നല്ല രീതിക്ക് ഇരുട്ടി. രാത്രിയാണെങ്കിൽ കാട്ടുപന്നിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല, നിന്ന് കൊടുക്കും, ഒറ്റ ഇടി ഇടിക്കും. ബോക്സിങ് പഠിക്കണ്ടായിരുന്നു, അതാകുമ്പോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇടിക്കായിരുന്നു. അല്ല, പുലി വരുമ്പോഴേ സേതേ കണ്ട് ഇടി കൊടുത്തിട്ട് അവനെ ഇട്ട് കൊടുക്കായിരുന്നു. ഞാൻ അതാ ഉദ്ദേശിച്ചത്. അതാകുമ്പോഴേ കാട്ടുപന്നിക്ക് ഒരാഴ്ചത്തേക്കുള്ള ഫുഡും ആവും. ഒരു യുഗത്തിലേക്കുള്ള ഉണ്ട്. ശരിക്കും സോറി, ക്ഷമിക്കണം, ഒരു തെറ്റ് പറ്റി. പാമ്പിന്റെ മുകളിൽ ചോട്ടാൻ നോക്കണം. അതാ ഡാർക്കായി. തെന്നും അതല്ല പറഞ്ഞേ. ഈ കമ്പൊക്കെ നോക്കിക്കോണേ, മേളത്തെ നല്ല ചേരാൻ തൂങ്ങിയിരിപ്പുണ്ടായിരിക്കും. കമ്പിലൊക്കെ പിടിക്കാടാ പട്ടി. പാമ്പിനെ പേടിക്കണം, എന്തിനൊക്കെ പേടിക്കണം. ഒന്ന് ഫോറസ്റ്റുകാരെ പേടിക്കണം, പാമ്പ്, വന്യമൃഗങ്ങള് എല്ലാരെയും പേടിക്കണം. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. എടാ വഴി ഏതാടാ? ഇതാണോ വഴി? ഇതാണോ വഴി? നമുക്ക് എന്തായാലും ഈ വഴി പോയി നോക്കാം. എന്താടാ അത്? ഇവിടെ ഒന്ന് അനങ്ങി കേട്ടടാ ഞാൻ. എന്തോ കേട്ടടാ ഞാൻ. പെട്ടെന്ന് വാ ഇങ്ങോട്ട്. അവന്മാരെ വെട്ടം പോലും ഇല്ല, അവന്മാർക്ക് വല്ലതും പറ്റിയ അട്ടടാ. അത് പോത്തില്ല അങ്ങനെ. അവന്റെ പല്ല് എവിടെ ഇരിക്കും? തട്ടിക്കളഞ്ഞ് അവന്റെ പല്ല് എവിടെ നിന്ന് പഴുക്കും. എടാ വീണ്ടും കേട്ടോ. എടാ നമ്മുടെ കൂടെ എന്തോ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നതാണ് ആ അപ്പുറത്തെ അരിപ്പ്. കണ്ടോ കണ്ടോ? ഗായ്സ്, അവന് പാമ്പ് പിടിച്ചു. എന്തോന്ന് അറിഞ്ഞൂടാ, അട്ട അടിച്ചാന്നാ പറയുന്നേ. നീ ചത്തില്ലെങ്കിൽ പാമ്പല്ല, ചത്ത പാമ്പ. ഓക്കെ, കൺഫേം. എങ്ങനെയാലും കാറിൽ നമ്മൾ ഓടിയെത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ നേരെ മന്തി കഴിച്ചാലോ? മന്തി കഴിക്കാം. ഞാൻ മന്തി കഴിക്കാൻ കൂടില്ല. മന്തി കഴിക്കാൻ പോയല്ലേ? നീ ഡയറ്റ് അല്ലേ? അവൻ അൽഫാം കഴിച്ചോളാം, ഡയറ്റ്. നമ്മൾ വെള്ളത്തിൽ കൂടെ പാസ് ചെയ്യുന്നു. വെള്ളം നാരങ്ങ. ഇവിടെ കാലൊന്നും നനച്ചാലോ? നിർത്താതെ നീ വീട് വർക്ക് പതുക്കെ. അവിടെ കല്ല് കല്ല് കണ്ട്. അപ്പൊ നമ്മള് മന്തി കഴിക്കാൻ വന്നിട്ടുണ്ട്. മന്തി എല്ലാം കഴിഞ്ഞ് കുഴഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് വയറ് നിറയെ മന്തി കഴിക്കണം. മന്തി വന്നു. ചെസ്റ്റ്